അതിവേഗം വളരുന്ന നഗരമായ ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി യുവതി തന്നെ ഒരു ക്യാബ് ഡ്രൈവറും കൂട്ടുകാരും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്ന വാർത്ത മലയാള സമൂഹത്തിലും കർണാടക പോലീസിലും വലിയ കോളിളക്കം സൃഷ്ടിച്ചു. ഒരു സ്ത്രീക്കെതിരെ പ്രത്യേകിച്ചും സുരക്ഷിതമെന്ന് കരുതുന്ന ഒരു മെട്രോ നഗരത്തിൽ അതിക്രമം നടന്നുവെന്ന ആദ്യ റിപ്പോർട്ടുകൾ പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും ആശങ്കകൾക്കും വഴിയൊരുക്കി. എന്നാൽ ബംഗളൂരു പോലീസിന്റെ വിശദമായ അന്വേഷണത്തിനും കൃത്യമായ ചോദ്യം ചെയ്യലിനും ഒടുവിൽ പുറത്തുവന്ന യാഥാർത്ഥ്യം അതീവ ഗൗരവകരമായിരുന്നു. ഈ പരാതി വ്യാജമായിരുന്നു. ഈ സംഭവം ലൈംഗിക അതിക്രമ കേസുകളുടെ സങ്കീർണത, നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ, വ്യാജ പരാതികൾ, യഥാർത്ഥ ഇരകൾക്ക് വരുത്തുന്ന ദോഷങ്ങൾ എന്നിവയെക്കുറിച്ച് ഒരു ആഴത്തിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു. ബംഗളൂരുവിൽ ജോലിയെടുക്കുന്ന യുവതിയാണ് പരാതിക്കാരി. തന്റെ പതിവ് യാത്രകൾക്കായി വിളിക്കാറുണ്ടായിരുന്ന ക്യാബ് ഡ്രൈവറാണ് സംഭവത്തിലെ മുഖ്യപ്രതിയായി ആരോപിക്കപ്പെട്ടത്. യാത്രയ്ക്കായി വിളിച്ച ക്യാബ് ഡ്രൈവറും അയാളുടെ സുഹൃത്തുക്കളും ചേർന്ന് തന്നെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി അതിക്രമിച്ചു എന്നതായിരുന്നു യുവതിയുടെ പരാതിയുടെ കാതൽ. ഇത് വിശ്വസിച്ച യുവതിയുടെ നാട്ടിലെ ആൺസുഹൃത്ത് അവളെ ബംഗളൂരുവിലേക്ക് തിരികെ കൊണ്ടുപോവുകയും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. അതീവ ഗൗരവകരമായ ലൈംഗിക അതിക്രമ കേസായതിനാൽ കേസ് ഉടൻ തന്നെ ബാനസവാടി പോലീസിലേക്ക് കൈമാറി. പ്രാഥമികമായി വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വലിയ സംവാദങ്ങൾ ഉയരുകയും പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. ബാനസവാടി പോലീസ് കേസ് ഏറ്റെടുത്ത ഉടൻ തന്നെ സംഭവത്തിന്റെ വിശദാംശങ്ങൾ ശേഖരിക്കാനായി യുവതിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇത്തരം കേസുകളിൽ പോലീസ് സാമാന്യമായി സ്വീകരിക്കുന്ന രീതിയാണിത്. യുവതിയുടെ മൊഴികളും സംഭവ വിവരണത്തിലും വസ്തുതാവിരുദ്ധമായ വൈരുദ്ധ്യങ്ങൾ പോലീസിന് തുടക്കത്തിൽ തന്നെ ബോധ്യപ്പെട്ടു. സംഭവത്തിന്റെ സമയം, സ്ഥലം, പ്രതികളുടെ വിവരണം എന്നിവയെല്ലാം വ്യക്തതയില്ലാത്തതും പരസ്പരം ബന്ധമില്ലാത്തതുമായിരുന്നു. പോലീസ് ശാസ്ത്രീയമായ തെളിവുകൾ തേടി യാത്ര ചെയ്ത റൂട്ടുകൾ പരിശോധിക്കുകയും സാക്ഷിമൊഴികൾ തേടുകയും ചെയ്തപ്പോൾ യുവതിയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തെളിവുകൾ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. തുടർന്നുള്ള വിശദമായ ചോദ്യം ചെയ്യലാണ് യുവതി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെളിപ്പെടുത്തിയത്. യുവതി സ്ഥിരമായി വിളിച്ചിരുന്ന ക്യാബ് ഡ്രൈവറുമായി ഒരു അടുപ്പം സ്ഥാപിച്ചിരുന്നു. ഇരുവരും ഒരുമിച്ച് നൈറ്റ് ക്ലബ്ബുകളിൽ പോവുകയും പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവങ്ങൾക്ക് ശേഷം യുവതി നാട്ടിലെത്തിയപ്പോൾ തന്റെ ആൺസുഹൃത്ത് കഴുത്തിലെ മുറിപ്പാടുകൾ കാണാനിടയായി. ഡ്രൈവറുമായുള്ള ബന്ധം പുറത്തറിയുമെന്നും അത് നാട്ടിലെ ആൺസുഹൃത്തുമായുള്ള ബന്ധം തകരാൻ കാരണമാകുമെന്നും ഭയന്നാണ് യുവതി ബലാത്സംഗത്തിന്റെ വ്യാജകഥ മെനഞ്ഞെടുത്തത്. ആൺസുഹൃത്തിന്റെ സംശയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു താൽക്കാലിക പ്രതിരോധമായിരുന്നു യുവതിയുടെ ലക്ഷ്യം. യുവതിയുടെ കഥ പൂർണ്ണമായി വിശ്വസിച്ച ആൺസുഹൃത്താണ് പ്രതികളെ ശിക്ഷിക്കാനായി അവരെ ബംഗളൂരുവിലേക്ക് എത്തിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ മുൻകൈയെടുത്തത്. ഒടുവിൽ ഈ കേസിൽ തട്ടിക്കൊണ്ടു പോകലോ ബലാത്സംഗമോ നടന്നിട്ടില്ലെന്നും മറിച്ച് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം മറച്ചുവെക്കാൻ വേണ്ടി യുവതി നിയമ സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചു. ഒരു ലൈംഗിക അതിക്രമ പരാതി വ്യാജമാണെന്ന് തെളിയുമ്പോൾ അത് നിയമവ്യവസ്ഥയിലും സമൂഹത്തിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഒരു വ്യാജ പരാതി നിയമവ്യവസ്ഥയിൽ ആഴത്തിലുള്ള സംശയങ്ങൾക്കും അവമതിക്കും കാരണമാകും. ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ പൊതുസമൂഹവും നിയമപാലകരും അതിനെ സംശയത്തോടെ കാണാൻ ഇടയാകും. ഇത് യഥാർത്ഥത്തിൽ ആക്രമണത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് അവരുടെ ദുരനുഭവം തുറന്നു പറയുമ്പോൾ വിശ്വസ്തത ഉറപ്പിക്കാൻ കൂടുതൽ പ്രയാസമുണ്ടാകും. ബലാത്സംഗ കേസുകളിൽ വിചാരണയിൽ പ്രതിഭാഗം വ്യാജ പരാതികളുടെ ചരിത്രം ആയുധമാക്കുകയും പരാതിക്കാരുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുകയും ചെയ്യും. ലൈംഗിക അതിക്രമം പോലുള്ള ഗൗരവകരമായ കുറ്റകൃത്യങ്ങൾക്ക് വ്യാജ പരാതി നൽകുന്നത് നിയമപരമായി ശിക്ഷാർഹമാണ്. തെറ്റായ വിവരം നൽകി പോലീസിന്റെ സമയം പാഴാക്കിയതിനും ഒരു വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചതിനും യുവതിക്കെതിരെ നിയമ നടപടികൾ വരാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ചില വകുപ്പുകൾ പ്രകാരം വ്യാജ വിവരം നൽകി തെറ്റിദ്ധരിപ്പിക്കുന്നത് കുറ്റകരമാണ്. വ്യാജ ആരോപണത്തിനിരയായ ക്യാബ് ഡ്രൈവറുടെ വ്യക്തിപരമായ അവകാശങ്ങളും അന്തസ്സും ലംഘിക്കപ്പെട്ടു. അദ്ദേഹത്തിന് യുവതിക്കെതിരെ അപകീർത്തി കേസ് നൽകാനുള്ള നിയമപരമായ അവകാശവുമുണ്ട്. ഈ സംഭവം സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, ലൈംഗികത, സാമൂഹിക പ്രതിബദ്ധത എന്നീ വിഷയങ്ങളിൽ ചില ചോദ്യങ്ങളും ഉയർത്തുന്നു. ഒരു രഹസ്യബന്ധം നാട്ടിലെ പ്രധാനപ്പെട്ട ബന്ധത്തിന് ഭീഷണിയാകുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാനായി നിയമ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യാൻ യുവതി ശ്രമിച്ചു എന്നത് സാമൂഹികമായി അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടാനുള്ള ശ്രമമായി ഇത് വിലയിരുത്തപ്പെടുന്നു. ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അറസ്റ്റ്, ജയിൽവാസം, സാമൂഹിക ഒറ്റപ്പെടൽ, ജോലി നഷ്ടപ്പെടൽ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടാം. പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞാലും ആദ്യഘട്ടത്തിലുണ്ടായ മാനഹാനി പലപ്പോഴും തിരിച്ചെടുക്കാൻ കഴിയില്ല. ഈ സംഭവം പുരുഷന്മാരുടെ സുരക്ഷയെക്കുറിച്ചും വ്യാജ ആരോപണങ്ങളുടെ ഇരകളാകുന്നതിനെക്കുറിച്ചും ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കി. ഈ കേസിൽ ബംഗളൂരു പോലീസ് നടത്തിയ സമഗ്രവും വസ്തുനിഷ്ഠവുമായ അന്വേഷണം പ്രശംസ അർഹിക്കുന്നു. വൈകാരിക പ്രതികരണങ്ങൾക്കോ പൊതുജന സമ്മർദ്ദങ്ങൾക്കോ വഴങ്ങാതെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ ശ്രദ്ധിക്കുകയും ശാസ്ത്രീയമായ തെളിവുകൾ തേടുകയും ചെയ്ത പോലീസിന്റെ സമീപനം നിയമത്തിന്റെ നീതി ഉറപ്പാക്കി.
കേസിന്റെ ഗൗരവം മനസ്സിലാക്കി പ്രാഥമിക വിവരങ്ങളിൽ തൃപ്തരാകാതെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെ യഥാർത്ഥ സത്യം പുറത്തു കൊണ്ടുവരാൻ പോലീസിന് സാധിച്ചു. ബംഗളൂരിലെ മലയാളി യുവതിയുടെ വ്യാജ കൂട്ടബലാത്സംഗ പരാതി കേരളത്തിലും കർണാടകയിലും വലിയ ചലനമുണ്ടാക്കിയ ഒരു സംഭവമാണ്. വ്യക്തിപരമായ ബന്ധങ്ങളിലെ സങ്കീർണതകൾ മറച്ചുവെക്കാൻ വേണ്ടി ലൈംഗിക അതിക്രമങ്ങൾ തടയാനായി നിലനിൽക്കുന്ന ശക്തമായ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യാനുള്ള യുവതിയുടെ ശ്രമം തീർത്തും അപലപനീയമാണ്. ഈ സംഭവം നിയമവ്യവസ്ഥയുടെ സമഗ്രത നിലനിർത്തേണ്ട പ്രാധാന്യം, യഥാർത്ഥ ഇരകളുടെ വിശ്വസ്തത സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത, ഒപ്പം വ്യാജ ആരോപണങ്ങൾക്ക് ഇരയാകുന്നവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കേണ്ടതിന്റെ ബാധ്യത എന്നിവയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ലൈംഗിക അതിക്രമങ്ങൾക്കെതിരായ പോരാട്ടം ശക്തമായി നിലനിർത്തുന്നതിനോടൊപ്പം നിയമ സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം വ്യാജ പരാതികൾക്കെതിരെയും ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്.